അല്പം മുൻപാണ് മരണം സ്ഥിരീകരിക്കുന്നത്. മുബഷീർ പി അക്ബർ തുടരുന്നുണ്ട്. മുബഷീർ, എ.കെ. ബാലൻ പറഞ്ഞതുപോലെ വിരുദ്ധ രാഷ്ട്രീയ ചേരിയിലുള്ളവർക്ക് പോലും അവരോട് പോലും വലിയ സൗഹൃദം സൂക്ഷിച്ചിരുന്ന, അങ്ങനെ രാഷ്ട്രീയമൊന്നും നോക്കാതെ എന്ത് സഹായവും ചെയ്തിരുന്ന, വികസനത്തിൽ അത്തരത്തിൽ ഒരു പ്രശ്നങ്ങളും കരുതാതിരുന്ന ഒരാളെ കൂടിയാണ് നഷ്ടമാകുന്നത്. തീർച്ചയായും എതിർ രാഷ്ട്രീയ ചേരിയിലുള്ള ആളുകളോട് ഉൾപ്പെടെ സൗമ്യമായി പെരുമാറിയിരുന്ന വ്യക്തി തന്നെയായിരുന്നു വി.കെ. ഇബ്രാഹിം കുഞ്ഞുവാൾ. വലിയ വിവാദമൊക്കെ തന്നെ അദ്ദേഹത്തെ വേട്ടയാടിയ സമയത്തും വളരെ സൗമ്യമായി പ്രതികരിച്ചിരുന്ന വ്യക്തി. അതൊക്കെ തന്നെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്ന് ഉന്നയിച്ച് പാർട്ടിയോടൊപ്പം നിന്നുകൊണ്ട് സംസാരിക്കുന്ന വി.കെ. ഇബ്രാഹിം കുഞ്ഞിനെ തന്നെയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ലേക്ക് ഷോർ ആശുപത്രിയിലാണ്. ഇവിടെ നിരവധി ആളുകൾ, ലീഗിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടുള്ള നിരവധി ആളുകളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. വി.കെ. ഇബ്രാഹിം കുഞ്ഞെന്ന് പറയുന്നത് തെക്കൻ കേരളത്തിലെന്നല്ല, മുസ്ലിം ലീഗിന്റെ വലിയൊരു മുഖം കൂടിയായിരുന്നു. വലിയൊരു നഷ്ടമാണല്ലേ ലീഗിനെ സംബന്ധിച്ചും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു വലിയ ജനവിഭാഗം ഉണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും ഇത് വലിയ നഷ്ടം തന്നെയാണ്. മാത്രമല്ല, എല്ലാ കാലത്തും പാർട്ടിയോടൊപ്പം അടിയുറച്ച് നിൽക്കുകയും പാർട്ടിയുടെ നയസമീപനങ്ങളോടൊപ്പം ഉറച്ചു നിന്നിട്ടുള്ള നേതാവ് കൂടിയാണ് ഇബ്രാഹിം സാഹിബ്. പാർട്ടി ലെവലിൽ എന്നുള്ള രീതിയിലല്ല, എല്ലാവരുമായിട്ടും വ്യക്തിപരമായിട്ടുള്ള ബന്ധം അങ്ങേയറ്റമാണ്. അത് മിനിസ്റ്റർ എന്നുള്ള ലെവലിലല്ല. ആർക്കും തുടർച്ചയായി ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. പിന്നീട് കളമശ്ശേരിയിലോട്ട് മാറി മന്ത്രിയായിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന സമയത്തുൾപ്പെടെ അദ്ദേഹം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇവിടെ ലീഗിനെ സംബന്ധിച്ച് വലിയ മുതൽക്കൂട്ടായിരുന്നല്ലേ. പിന്നീട് സംഘടനാ രംഗത്തുൾപ്പെടെ അതിനകത്ത് മറ്റു വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴും കേരളത്തെ ആകമാനം ഒന്നായി കാണുകയും പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം അതൊക്കെ എടുത്ത് പറയാം. ഭയങ്കരമായ ബന്ധമാണ്. വളരെ തങ്ങന്മാരായിട്ടായാലും, അത് അവിടെ തങ്ങന്മാരെന്നുള്ള രീതിയിലല്ല, ഞാൻ കൊല്ലമാണ്, ഞങ്ങളൊക്കെ ആയിട്ടെല്ലാം വ്യക്തിപരമായിട്ട് ഭയങ്കര ബന്ധമാണ്. അത് മിനിസ്റ്റർ എന്നുള്ള ലെവലിലല്ല, വ്യക്തിബന്ധം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കുള്ളതാണ്. ഞാൻ ഇന്നലെ മുതൽ ഇവിടെ നിൽക്കുകയാണ്. പ്രവർത്തിക്കുന്ന മേഖലയിലൊക്കെ ഇത്തരം ജനങ്ങളോട് അത്രയധികം അടുപ്പം അദ്ദേഹം സൂക്ഷിച്ചിരുന്നല്ലേ. മട്ടാഞ്ചേരിയിൽ നിന്ന് കളമശ്ശേരിയിൽ മാറിയ സമയത്തും ഒരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കളമശ്ശേരി 2 വർഷം ജനങ്ങളെ സേവിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു നേതാവാണ്. അതൊക്കെ അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന ആൾക്കാർ. അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽ ഉൾപ്പെട്ട ആളുകൾ ഉൾപ്പെടെയാണ് നമ്മോട് സംസാരിക്കുന്നത്. സാഹിബിന്റെ വിയോഗം വലിയൊരു നഷ്ടമാണല്ലേ. തീരെ നഷ്ടമാണ്. സംഘടനയിൽ പ്രവർത്തിക്കുന്നതാണോ? ഒരുമിച്ചുണ്ടായിരുന്നു ബന്ധുവാണ്. അത് തന്നെയാണ്. കൊല്ലം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഈ മരണവാർത്ത അറിഞ്ഞ് ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്ന ആളുകളുടെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു വി.കെ. ഇബ്രാഹിം കുഞ്ഞെന്ന് പറയുന്നത്. വടക്കൻ കേരളത്തിൽ മൊത്തം 27 സീറ്റിലൊക്കെ തന്നെ മത്സരിച്ചത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വടക്കൻ കേരളത്തിൽ ഒരു മുഖമുണ്ടാക്കി കൊടുത്ത വി.കെ. ഇബ്രാഹിം കുഞ്ഞ് പറയുന്ന നേതാവ് തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി, നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം നടപ്പിലാക്കിയ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ, 400 പാലങ്ങൾ അദ്ദേഹം വകുപ്പ് മന്ത്രിയായി ഈ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന സമയത്ത് ഇവിടെ ഉണ്ടാക്കിയെടുത്തെന്ന് പറയുമ്പോൾ ആ മേഖലയിൽ തന്നെ അദ്ദേഹം പ്രാഗൽഭ്യം തെളിയിച്ചിരുന്നു എന്നുള്ള പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പാണക്കാട് കുടുംബാംഗം ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളുമായി തന്നെ കാത്തുസൂക്ഷിച്ചിരുന്ന ബന്ധം, പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുതൽ ഹൈദരലി ശിഹാബ് തങ്ങളുമായും ഏറ്റവും ഒടുവിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് അത്രയധികം വ്യക്തിബന്ധം കാത്തുസൂക്ഷിച്ച വ്യക്തി കൂടിയായിരുന്നു പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ഇ.ടി. മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ